കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന കേൾവിക്കായി സമയം കണ്ടെത്തുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൊണ്ട് പ്രഭാത വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ദൈവവചന വിചിന്തനത്തിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്കറിയാം. യേശു കർത്താവ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പുരുഷാരം യേശുവിന്റെ അടുക്കലുണ്ട്. ഫിലിപ്പോസ് ചോദിക്കും, ഇവർക്ക് ആഹാരം കൊടുക്കുവാൻ അപ്പം നമ്മൾ എവിടുന്ന് വാങ്ങും എന്ന് ചോദിച്ചു. അവിടെ ഫിലിപ്പോസ് പറയാണ്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന്, അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല. എന്നെ കേൾക്കുന്ന ഈ പ്രഭാതത്തിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക നന്മയാകട്ടെ, എന്ത് കാര്യങ്ങളാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു പക്ഷേ അത് മതിയാകത്തില്ലായിരിക്കാം. അല്ലെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കുവാനോ, നിങ്ങളുടെ കാറിന് ലോൺ അടയ്ക്കാനോ, നിങ്ങളുടെ വീടിന്റെ പണി ബാക്കി പൂർത്തീകരിക്കുവാനോ, നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയോ, എന്തുമാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ നിങ്ങളുടെയിലുള്ള ആവശ്യത്തിനുള്ള പണം ഒരുപക്ഷെ അതിന് മതിയാകത്തില്ലായിരിക്കാം. അതിന് ആവശ്യത്തിന് അത് പൂർത്തീകരിക്കാൻ പറ്റാത്തതായിരിക്കാം നിങ്ങളുടെ കയ്യിലുള്ളത്. പക്ഷെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് തികയാതിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ വീടിന്റെ പണിക്ക് വേണ്ടി, എൻ്റെ സാമ്പത്തിക കടബാധ്യതയുടെ നടുവിൽ എൻ്റെ കയ്യിൽ ഇത്രയുള്ളപ്പാ കർത്താവ്, ഇതുകൊണ്ടൊന്നും ആകത്തില്ല. ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട്, നിങ്ങളുടെ ബാങ്കിലുള്ളത് കൊണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ടോ ഒന്നും നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ചിലരോട്, നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് ഉദകത്ത് വണ്ണം ആവശ്യത്തിന് വേണ്ടി ഉള്ളതല്ല നിങ്ങളിലുള്ളത്, അതിൽ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ, അവിടെ തന്നെ പറയുന്നു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരിക്കലും ആ 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും ഒന്നും നടക്കത്തില്ല. പക്ഷെ അത് കൊടുത്തത് നമ്മുടെ കർത്താവിന്റെ കയ്യിലേക്കാണ്. പിന്നെ അവൻ അപ്പം എടുത്തു, വാഴ്ത്തി അവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. അവർ തൃപ്തിയായ ശേഷം ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. അങ്ങനെ യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് വചനത്തിലൂടെ കൈമാറുന്നു. നിങ്ങളുടെ കയ്യിൽ അല്പമേ ഉള്ളെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൈമാറുക. കർത്താവ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിനപ്പുറം, നിങ്ങൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന ആവശ്യത്തിനപ്പുറം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുമ്പോൾ പറ, കർത്താവേ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. കർത്താവേ, എൻ്റെ മുൻപോട്ടുള്ള ആവശ്യത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ വാഹനത്തിന്റെ ലോൺ അടയ്ക്കുവാൻ ഒത്തിരി ആവശ്യകതകൾ എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ കയ്യിലുള്ളതൊന്നും തികയത്തില്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് തരികയാണ് എന്നൊരു പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിനപ്പുറം ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്ത് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചില അത്ഭുതത്തിന്റെ ദിവസമായി തീരും എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. God bless you.